ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു മനുഷ്യനാണ് ആസിഫ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ ഫിലിമിൻ്റെത്. പ്ലീസ് ഇമെയിൽ മീ ഇൻസ്റ്റാഗ്രാം amla@gmail.com. But it took one small tiny human being. ലൈവ് വന്നതിന് ശേഷം വീട്ടിൽ ഫുൾ സൈലന്റ്. He gives his best into it, you know, like എത്രത്തോളം പുഷ് ചെയ്ത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഉച്ചതൊട്ട് ഞാൻ കൊണ്ട് പറയാണ്, ആർട്സ് ഓഫ് യുവർ ഡെഡിക്കേഷൻ ആൻഡ് പാഷൻ ഓഫ് ദ സിനിമ. കാരണം ഈ ഒരു സമയത്തും അവരുടെ സാഹചര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം. ആ സമയത്ത് പോലും ഇവിടെ ഇപ്പൊ നമ്മൾ സമയം നോക്കുകയാണെങ്കിൽ ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ട്. ആ സമയത്തും ഇരുന്ന് സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കാനും അതിന് കാണിക്കുന്ന ഒരു ഇൻപുട്ട്, അത് ഹൃദയം കൊണ്ട് താങ്ക് യു. വാട്സ്ആപ്പ് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതാണ് എനർജി കിട്ടി കൂടുതൽ. ശരിക്കും അല്ല, നമ്മൾ നിസ്സാരമായോ അല്ലെങ്കിൽ നമുക്ക് പാഷൻ നമ്മൾ വെറുതെ പറയാറുണ്ട്, ഞാൻ അത് ചെയ്യും ഇതിന് ചെയ്യും. പക്ഷെ അത് കാണിച്ചു കൊടുക്കാനാണ് നമുക്ക് അതിന്റെ ഒരു പാട് വരുന്നത്. അത് കാണിച്ചുകൊണ്ട് ഇവിടെ ഈ മൊമെന്റ് ഇരിക്കുന്നതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈ ലെവൽ ക്രോസ് എന്ന് പറയുന്ന ആ പേര് തന്നെ, ഞാൻ എന്റെ നാട്ടിൻപുറത്താണ്, ഞാൻ കൊല്ലത്താണ് എന്റെ വീട്. അപ്പൊ ഞാനൊരു മെയിൻ സിറ്റിയിലേക്ക് പോകണമെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ഒരു 3 ലെവൽ ക്രോസ് ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ നാടിനെ ഇങ്ങനെ ചുറ്റിയായി ലെവൽ ക്രോസ് കിടക്കുന്നത്. അപ്പോ ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവും. ഈ ലെവൽ ക്രോസിന്റെ യാത്ര ചെയ്യുന്നതിന്റെ ആ പേരിൽ തന്നെ തുടങ്ങാം. ഒരു രക്ഷയില്ല, 2-3 ട്രെയിനൊക്കെ ചിലപ്പോൾ നമ്മൾ അത്യാവശ്യം, ചിലപ്പോൾ ഈവൻ ഒരു മെഡിക്കൽ കേസിന് പോവാണെങ്കിൽ പോലും അതിന്റെ ഒരു രക്ഷയില്ല. എന്തുകൊണ്ട് ഈ സിനിമ ഇങ്ങനെ ഒരു പേര് ലെവൽ ക്രോസ് അല്ലേ? അത് കറക്റ്റ് അതിന്റെ ഡയറക്ടറാണ് അതിനെ കുറിച്ച് പറയേണ്ടത്. ബട്ട് എനിക്ക് അറിയാവുന്നത് വെച്ചിട്ട് ഇത് മെയിൻ ഒരു ഫാക്ടർ ആണല്ലോ ഈ ഫിലിമിന്റെ. അപ്പൊ ട്രെയിലറിലും ടീസറിലും കണ്ടിട്ടുണ്ടാവും, അതെ പോസ്റ്ററിലും ഉണ്ട്. സോ ആ ഒരു റെയിൽവേ ഇത് ഉള്ളത് കൊണ്ടാണ് ഈ സ്റ്റോറി തന്നെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ ഫിലിമിന്റേത്. ബിക്കോസ് അത് തന്നെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ഈ ലെവൽ ക്രോസ്. ഈ ശരിക്കും ഒരു ചോദ്യം കൂടി അതിനോട് കണക്ട് ചെയ്തിരുന്ന ചോദിക്കേണ്ട ചോദ്യമായിരുന്നു, എങ്ങനെയുണ്ട് ഒരു അമ്മയായിട്ടുള്ള ജീവിതം? അടിപൊളി, ഹൈ ഓൺ ലൈഫ്, എൻജോയ് ആണോ ശരിക്കും. ഇങ്ങനെ ഒരു ചെറിയ ആളെ പിരിഞ്ഞിരിക്കേണ്ടി വരുന്ന ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. ബട്ട് അതും ബാലൻസ് ചെയ്യാൻ നോക്കുന്നു മാക്സിമം. ബട്ട് ശരിക്കും എൻജോയ്, ഹൈ ഓൺ ലൈഫ്. എങ്ങനെ ഒരു വലിയ ചേഞ്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ആസ് എ നോർമൽ ലേഡി അമല പോളും ഇപ്പൊ ഒരു മദർ അമല പോളും? അത് മദർലി ഇമോഷൻ, യുനോ, ലൈക്ക് ഇത് പ്രഗ്നന്റ് ആവുമ്പോഴും എനിക്ക് അറിയത്തില്ല, ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാലാണല്ലോ ആ ഒരു റിയാലിറ്റി വരത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ തല്ലുകൂടുമ്പോ ഞാൻ മമ്മീനോട് പറയും ചേട്ടനെയാണ് കൂടുതൽ ഇഷ്ടം, എന്നെ അല്ല, എന്നെ ശരിക്കും ഇഷ്ടമുണ്ട്. ഇതൊക്കെ നമ്മൾ എല്ലാ പിള്ളേർക്കും ഉണ്ടാവുന്ന ഇൻസെക്യൂരിറ്റിയാണ്. ഒരു അമ്മയാവുമ്പോഴാണ് ഇഷ്ടമില്ലാതിരിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. കാരണം അത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അതെനിക്ക് കൊച്ചിനെ നോക്കുമ്പോൾ മൈ ഗോഡ്, എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഇത്രയും ഒരു ഡിവൈൻ, ഒരു ബ്യൂട്ടിഫുൾ ബേബി എന്നെ ചൂസ് ചെയ്തല്ലോ, എന്നെ അമ്മയാക്കിയത്, ഒരു അമ്മയാക്കുന്നത് ഒരു കുഞ്ഞാണല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ആൻഡ് വളരെ നല്ലൊരു മാറ്റമാണ്. മാറ്റം ഉണ്ടെന്ന് പറയാം, പക്ഷെ അതൊരു അപ്ഗ്രേഡ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞങ്ങളെ തന്നെ എന്നെയും ജഗിനെയും ഞങ്ങളെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുവാണ്. അതുപോലെ വി ബോത്ത് ഫീൽ ലൈക്ക് വി ഹവ് ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ബീയിങ്സ്. ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ചിലപ്പോൾ കപ്പിളുകളിൽ ഒരു അകൽച്ച സംഭവിക്കാം ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ. ബട്ട് വി ഫീൽ വി ആർ മോർ റൊമാൻറ്റിക്കലി ക്ലോസ് നൗ, യുനോ. വീണ്ടും ഒരു ഹണിമൂൺ ഫേസ് സ്റ്റാർട്ടായ പോലെ തോന്നുന്നത്. ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതൊരു ടീമായി. ഇപ്പൊ പ്രഗ്നൻസിയിലും ഞങ്ങളൊരു ടീമായിരുന്നു, ഇപ്പോഴും ഞങ്ങളൊരു ടീമാണ്. യുനോ, ഞങ്ങൾക്ക് അറിയാം ആളുടെ ആവശ്യങ്ങൾ എന്താണ്, ആളുടെ ക്യൂസ് എന്താണെന്നൊക്കെ നമുക്ക് ഇൻറ്റ്യൂട്ടീവ്ലി മനസ്സിലാവും. അത്ര ഭയങ്കര ഒരു പീസ്ഫുൾ ആണ് ആക്ച്വലി. അത്ര ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് പരിപാടിയൊന്നും അല്ല. വളരെ പീസ്ഫുൾ ആണ് ആൻഡ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഭയങ്കര വീട്ടിലിപ്പോ എന്റെ വീട്ടിലെല്ലാവരും കുറച്ച് ലൗഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഈവൻ എന്റെ പാർട്ട്ണറും അതെ. എനിക്ക് എല്ലാം കുറച്ച് സൈലൻസ് ഇഷ്ടമുള്ള ആളാണ്. ഇപ്പം ജഗ് ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വെക്കുമ്പോൾ തന്നെ അവിടെ ഫുൾ ഒരു സൗണ്ട് കേൾക്കാം. അപ്പൊ ഞാൻ കുറെ ശ്രമിച്ചു ഇവരെയൊക്കെ ഒന്ന് പയ്യെ പറയാൻ. ബട്ട് ഇറ്റ് ടുക്ക് വൺ സ്മോൾ ടൈനി ഹ്യൂമൻ ബീയിങ്. ലൈവ് വന്നതിന് ശേഷം വീട്ടിൽ ഫുൾ സൈലൻസ് ആണ്. ടൈം പോലും അവർക്ക് വേണ്ടി നമ്മൾ
നമ്മള് ചേഞ്ച് ആവില്ല. നൈറ്റ് ടൈം, ഫുഡ് എല്ലാം അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തില് ലൈക്ക് ഒരു ഫാദർ മദർ എന്ന് പറയുന്നത് കുറച്ചുകൂടി അവർ എത്രത്തോളം നമ്മൾ ആ രീതിയിൽ എടുക്കും എന്നൊരു സാധനമുണ്ട്. ഒരു ജനറേഷൻ മാറി, അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. ഇപ്പം മമ്മി, എന്റെ പേരൻസ് എന്നെ വളർത്തിയ പോലെ ബേസിക്സ് ഒക്കെ സെയിം ആണ്. പക്ഷെ എന്നാലും ഇപ്പം ആസ് എ ന്യൂ ജനറേഷൻ ഇപ്പൊ നമ്മള് നമ്മുടെ എക്സ്പീരിയൻസ് നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പം മമ്മി പറയുന്ന ചില കാര്യങ്ങളൊന്നും എനിക്ക് അത് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. അപ്പൊ ഞാനായിട്ട് എന്താണോ എന്റെ ഇൻട്യൂഷൻ എന്താണോ പറയുന്നത് അതാണ്. നമ്മൾ ഓരോ പേരൻസും ഡിഫറെന്റ് ആണ്, അതുപോലെ ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്. ഇപ്പം ഇലയുടെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്റെ ഇൻട്യൂഷനിൽ എനിക്ക് എന്താണോ തോന്നുന്നത് എനിക്ക് അതാണ് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് തോന്നുന്നത്. മമ്മി പറയാറുണ്ടോ നീ മോളായി നീ കാണിച്ചു തരാം, അന്ന് നീ പറയാവുന്നതല്ല കേട്ടില്ല? അങ്ങനെയല്ല, ഷീസ് വെരി ഹാപ്പി. എന്നെ ഈ ഒരു ഫേസിലൂടെ കാണുമ്പം ഭയങ്കര ഹാപ്പിയാണ് ആള്. ആൻഡ് മമ്മിക്കും ഭയങ്കര ടെൻഷനായിരുന്നു ഇത് എങ്ങനെയായിരിക്കും. എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണല്ലോ ഒരു കൊച്ചു വരുമ്പോഴത്തേക്കും. ബട്ട് ഇത് ആക്ച്വലി ഞങ്ങൾ ഭയങ്കര കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പിന്നെ കുഞ്ഞിനെ ഞാനും ജഗും ഞങ്ങളുടെ റൂമിൽ കിടത്തിക്കോളാം, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും പേരൻസിന് ഭയങ്കര ടെൻഷൻ. അയ്യോ അതെങ്ങനെയാ നിങ്ങൾ മാത്രം ഹാൻഡിൽ ചെയ്യുന്നത്? കൊച്ചത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഡോറിൽ വന്ന് നിൽക്കും, എന്താ ഓക്കെ ആണോ? ജഗ് ലാസ്റ്റ് പറയാൻ തുടങ്ങി, ഞങ്ങളാണ് ഇതിന്റെ പേരൻസ്, ഞങ്ങൾക്ക് അറിയാൻ നോക്കാൻ, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്ക്. പിന്നെ അവർക്ക് തന്നെ ഭയങ്കര ഞങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് അത് പ്രിപ്പയർ ആയിരുന്നു. നിങ്ങൾ ഒരു ബേബിക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും പ്രിപ്പയർ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അറിയത്തില്ലല്ലോ, ഇതൊരു പരിപാടി അറിയാൻ പാടുന്ന പരിപാടിയാണല്ലോ, ഇത് വന്നു കഴിഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. ബട്ട് എനിക്ക് തോന്നുന്നു എന്നേക്കാളും വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ജഗ്ഗാണ്. ഞാൻ തുടക്കത്തിൽ ഒരു ഇത്തിരി ആങ്ഷ്യസ് ആയിരുന്നു, ബിക്കോസ് നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. കൊച്ചുണ്ടെങ്കിൽ തന്നെ ഒരു പേടിയാണ് എല്ലാവർക്കും. അയ്യോ കൊച്ചിന് സൂക്ഷിക്കണം, അയ്യോ അങ്ങനെ വരരുത് ഇങ്ങനെ വരരുത്. അത് ആ ഒരു ഫിയർഫുൾ എനർജി കൊടുക്കാതെ കൊച്ചു ഓക്കെയാണ്, ഹീസ് ഫൈൻ അല്ലെങ്കിൽ ഷീസ് ഫൈൻ, ആ ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെയും പീസ്ഫുൾ ആക്കും, നമ്മൾ പീസ്ഫുൾ ആകുമ്പോൾ കുഞ്ഞും പീസ്ഫുൾ ആവും. അപ്പം ആ രീതിയിൽ ഐ തിങ്ക് ജഗ്ഗസ്, ഞാൻ ചോദിച്ചു താൻ ഇതിന് മുമ്പ് അച്ഛനായിട്ടുണ്ടോ? സോ ഹി ഈസ് ഹാൻഡ്ലിംഗ് മീ ആൻഡ് ദ ബേബി ബെറ്റർ. അദ്ദേഹമാണ് മദർ അല്ലേ ശരിക്കും? പറയരുത്, ഹലോ അതേ സമ്മതിക്കില്ല. നോ വേ, nobody is taking that away. I am the mother, but he is a very good father. Okay, ഈ പ്രൊഫഷനും ഈ ലൈഫിലൂടെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നത്? വലിയ ടാസ്ക് ആണ് ശരിക്കും. ലൈക്ക് ഈ ഒരു ഇപ്പം പ്രഗ്നൻസിയിൽ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയില്ല, കാരണം ഞാനാണല്ലോ അതില്, ആള് അകത്താണ്, എനിക്ക് എന്റെ കൺട്രോളിലാണല്ലോ കാര്യങ്ങൾ. ഇപ്പം എനിക്ക് അതിലൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ടു ബി ഓണസ്റ്റ്. ഓക്കെ ആയിരിക്കുമോ, ഞാൻ എപ്പോഴും കൂടെ വേണോ? ഇപ്പം 2 days, ഇന്നലെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ ഇന്ന് സെക്കൻഡ് ഡേ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ബെറ്റർ ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം എന്റെ പാഷനാണിത്, ദിസ് ഇസ് മൈ വർക്ക്. അപ്പൊ അതും ഞാൻ ബാലൻസ് ചെയ്യണം. വാവ ഹീസ് മൈ ലൈഫ്, അതും നന്നായിട്ട് നോക്കണം. സോ ഐ എം ജസ്റ്റ് ലേണിംഗ് ഇൻ ദി പ്രോസസ്. ഈ ഇതിലെ ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ത്രില്ലർ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ ആ സമയത്ത്, എനിക്ക് തോന്നുന്നു ഈ പടം വന്ന സമയത്ത് ഒരു നിരനിരയായി വന്നു പോയൊരു സമയം കൂടിയായിരുന്നു. എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ചൂസ് ചെയ്തു? ത്രില്ലർ വേണ്ട എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് വീണ്ടും ഇത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആയിട്ട് വരുന്നത്. പക്ഷെ എനിക്ക് ഇതിന്റെ മേക്കിംഗ്, ഇതിന്റെ ഒരു അർഫാസ്, അർഫാസിന്റെ ഒരു വിഷൻ, അതുപോലെ ഈ ലൈക്ക് ഒരു ടുനീഷ്യയിൽ ഒരു മരുഭൂമിയിൽ നടക്കുന്ന ഒരു കഥ, ടൈം സ്പേസ് ഇല്ല ഈ ഫിലിമിൽ, ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് നടക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. പിന്നെ ഈ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സ്, ഇവരുടെ പെർഫോമൻസ് ആണ് ഫിലിമിന് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്ക് അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണിത്. ഓരോരുത്തർക്കും അവരുടേതായ ബാക്ക് സ്റ്റോറീസും സോ ഓഡിയൻസിനെ ഒരു പെർഫോമൻസിലൂടെ ഹുക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയിലൂടെ ഹുക്ക് ചെയ്ത് മുന്നിലേക്ക് നയിക്കുന്ന ഒരു തരം ജോണറാണ്. അപ്പം മൊത്തത്തിൽ എനിക്ക് നല്ലൊരു പരിപാടിയായിട്ട് തോന്നി. ഇതിനകത്ത് അമലയുടെ പല ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിയാൽ അമലയുടെ ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഉണ്ടോ ചില ക്യാരക്ടേഴ്സിന്? അതിലത് ഏറ്റവും ഞാൻ ഹൂക്ക് ചെയ്തിരിക്കുന്ന ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രണയകഥയില് ഫഹദുമായിട്ട് നിങ്ങളുടെ ഒരു കോൺവെർസേഷനിൽ, വീട്ടിൽ വെച്ചൊരു കോൺവെർസേഷനിൽ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല, സോ പ്ലീസ്. അപ്പം ഫഹദ് തിരിച്ചു പറയുന്നുണ്ട്, മാഡം പേടിക്കണം,
പേടിക്കണ്ട, മേഡത്തെക്കാൾ കുറച്ചുകൂടെ സൗന്ദര്യം ആ. ആണ്, മേഡം സേഫാണ്. അതെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ, ആ ക്യാരക്ടർ ആ ആറ്റിറ്റ്യൂഡ് വിടരുത്, അതെ എന്നാൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന ചമ്മലുമായി. സാധനം അതെ, കയറി അതെ, വന്നിട്ട് അതെ. കണ്ണാടി വന്ന് നോക്കിയിട്ട് ഒരു എക്സ്പ്രഷൻ ഇടും. അതെ അതെ അതൊരു എന്താണ് എനിക്ക് വലിയ കുഴപ്പമുണ്ടോ, കുഴപ്പമുണ്ടോ? എന്നാൽ ആ ക്യാരക്ടറിന് ആറ്റിറ്റ്യൂഡ് വിടാനും പറ്റാത്തൊരു എക്സ്പ്രഷൻ അതെ ഉണ്ട്. അതെ അതെ ഇങ്ങനെയുള്ള സാധനങ്ങള് ഈവൻ നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നതാണോ അതൊരു ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണോ? ഉണ്ട്, പലയുണ്ട്. അതേപോലെ VIP-യിലും പല എക്സ്പ്രഷൻ ഇതുകൊണ്ട് അതെ ഡെൻസാറുമായിട്ട് ചെയ്യുന്നുണ്ട്. അതെ ഊത് ഊത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഇങ്ങനെയുള്ള That's one of my favorite scenes. See, അത് എല്ലാം ഉണ്ട്. ഇപ്പം VIP 2-ല് അത് പ്രോപ്പർലി കൊറിയോഗ്രാഫ് ചെയ്ത ഒരു സീനായിരുന്നു. അപ്പം ഞങ്ങളത് പ്രാക്ടീസ് ചെയ്ത് റിഹേഴ്സ് ചെയ്ത് അതിൽ കുറെ മൂവ്മെന്റ്സും, അതൊരു സിംഗിൾ ഷോട്ടിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളും നമ്മൾ അത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നുള്ളതാണ്. VIP 2-ൽ ആ സീൻ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ ചെയ്തത്. പിന്നെ ഒരു ഇന്ത്യൻ പ്രണയകഥയിലും ഇപ്പം ആ സമയത്ത് അതാണ് ആ ക്യാരക്ടറിന്റെ ആറ്റിറ്റ്യൂഡും വിടരുത് എന്ന ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നൊരു ഒരാള് നമ്മളെ ബോഡി ഷെയിം ചെയ്യുമ്പോ ഉണ്ടാവുന്ന ഒരു സാധനം. അതെ, എനിക്ക് തോന്നുന്നു അതൊരു മൊമെന്റിൽ ചിലപ്പം നമ്മളിപ്പോ VIP 2-ൽ ആ സീൻ നമ്മൾ കൊറിയോഗ്രാഫ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ്. എന്നിട്ട് അത് എത്രത്തോളം നാച്ചുറൽ ആൻഡ് ഓർഗാനിക് ആയിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇത് നമ്മൾ വളരെ ഒരു നാച്ചുറൽ ഒരു ഇതിൽ ചെയ്തതാണ് ഒരു ഇന്ത്യൻ പ്രണയകഥയിലുള്ള അത്. ഈ ഊത് ഊത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ലൈക്ക് അതില് ഒരു പൊസസീവ് ലൈക്ക് കുറച്ച് കൂടുതലുള്ള ഒരു ഭാര്യയായിട്ടാണ് അതിനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, കുറുബി. റിയൽ ലൈഫിൽ എങ്ങനെയാ? റിയൽ ലൈഫില് ആക്ച്വലി ജഗ്ഗിന് ഭയങ്കര ഇഷ്ടമുള്ള സീനാണത്. റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു കുറുമ്പി വൈഫ് ഒന്നും അല്ല. ആളെന്നോട് ചോദിക്കും, ഇപ്പൊ ഞാൻ വളരെ ഫ്രീഡം കൊടുക്കുന്ന ഒരു പാർട്ട്ണറാണ്. ഇപ്പം മോസ്റ്റ്ലി ആള് ഗോവയിലൊക്കെ ആയിരിക്കും. അപ്പം വെൻ ഹി ഗോസ് ഔട്ട് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഓൾ എന്നെ വിളിച്ചു ചോദിക്കും, ഹലോ നീ ഇന്ന് വിളിക്കാത്തത്, വൈ ആർ യു നോട്ട് ഈവൻ കോളിംഗ് മീ? I'm like, no, you're out partying, why should I call you? പുള്ളി ആക്ച്വലി എപ്പോഴും കോൺസ്റ്റന്റ്ലി like he wants to be in touch with me, but ഞാൻ കുറച്ച് I'm okay, like എനിക്ക് അങ്ങനെ ഒരു സ്പേസ് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ബട്ട് കുറുമ്പിനൊരു കുറവുമില്ല, അത് വേറെ കാര്യം. തല്ലുപിടിക്കും, നന്നായിട്ട് തല്ലുപിടിക്കും. എന്റെ ഫുൾ എനർജി എടുത്ത് തല്ലുപിടിക്കും. ഞങ്ങൾ തല്ലുപിടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ദൈവമേ ഇതെന്താണെന്ന് ആലോചിക്കും. ബട്ട് അത്രയും തന്നെ ലവിനും അത്രയും നല്ല ഡെപ്ത് ഉണ്ട്. പിന്നെ ആളിങ്ങനെ ഫോണിൽ ഇത്തിരി ഞങ്ങൾ മോസ്റ്റ്ലി തല്ലുപിടിക്കുന്ന ഒരു കാര്യം, ആള് ഭയങ്കര ഇൻസ്റ്റാഗ്രാമർ ആണ് പുള്ളി. സോഷ്യൽ മീഡിയ ഫോണിൽ എപ്പോഴും അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിലാണ് ഞങ്ങൾ കുറച്ച് ഞാനാണെങ്കിൽ ഫോൺ തീരെ യൂസ് ചെയ്യാത്ത. I want my space അല്ലേ? I want him, his attention. അതിലാണ് ഞങ്ങൾ തല്ലുപിടിക്കുന്നത്. അതൊരു കോമൺ ഫാക്ടർ ആണല്ലോ എല്ലായിടത്തും. I think so, I don't know. ബട്ട് ഇപ്പൊ ഞാൻ ആക്ച്വലി I started letting, അത് എന്റെ ഒരു പ്രശ്നമാണ്. അത് എനിക്ക് എന്തിനാണ് ഒരു പ്രശ്നം, ആളുടെ ടൈം എൻജോയ് ചെയ്യുമ്പോൾ എന്റെ ഒരു കുറുമ്പ്, എനിക്ക് അറ്റൻഷൻ വേണം എന്നുള്ള ഒരു കുറുമ്പ്. ബട്ട് നൗ I just let him be. ഈ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ഈ പറഞ്ഞ പോലെ ആടുജീവിതത്തിന്റെ പ്രൊമോഷനും ഭാഗമൊക്കെ ആയിട്ട് ഇറങ്ങി ഒരു റാംബാക്ക് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ചെയ്തിട്ട്. അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയി. കുറെ പേർക്ക് ഞാൻ പറഞ്ഞില്ല, കമന്റ്സിലും അല്ലെങ്കിൽ കുറെ പേര് ഇത് എടുത്ത് വെച്ച് സ്റ്റോറി ഒക്കെ ആക്കുന്നുണ്ടായിരുന്നു. പണ്ടൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, വിവാഹം കഴിഞ്ഞാൽ തന്നെ ഈ പ്രൊഫഷൻ കൊണ്ടുപോകാന്ന് പറയുന്നത് പോസിബിൾ ആയിരുന്നില്ല. പ്രഗ്നന്റ് കൂടെ ആവുക ഇറ്റ്സ് ഇമ്പോസിബിൾ. ഹിന്ദിയിൽ കുറെ മാറ്റങ്ങൾ കുറെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു അതിനൊരു വലിയൊരു മാറ്റം കൊണ്ടുവന്നത് അമല തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു? കുറെ സേഫ് ആയിട്ട് നമുക്ക് നോക്കാമായിരുന്നു, അല്ലെ, ടേക്ക് കെയർ ചെയ്യാമായിരുന്നു. ബട്ട് പ്രൊഫഷനും കുറച്ചുകൂടെ ഒരു ഊന്നൽ കൊടുത്തു ആ ടൈമില്. ഞാൻ എപ്പോഴും ഇതിനു മുമ്പ്, ഞാൻ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പും ഞാനിപ്പം ഈ മേ ബി ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം മോഡൽസ് ആണെങ്കിലും ഐഡൽസ് ആണെങ്കിലും ആക്ടേഴ്സ് ഒക്കെ, ഹോളിവുഡ് ആക്ടേഴ്സ് ഒക്കെ നമ്മൾ ഇപ്പൊ റീസെന്റ് ഐ വാസ് സീയിങ് എമ്മ സ്റ്റോൺ, ഷീ ഗോട്ട് ആൻ ഓസ്കാർ, റൈറ്റ്? അപ്പൊ ആ സ്പീച്ചില് ഷീസ് ഡെഡിക്കേറ്റിംഗ്, ഷീസ് ടോക്കിംഗ് അബൌട്ട് ഹെർ ഗേൾ ബേബി. ആൾക്ക് ഗേൾ ബേബി ഉണ്ടായത് പോലും അറിഞ്ഞില്ല. ഷീ സ്റ്റിൽ ഡൂയിങ് ഈവൻ മോർ ഫിലിംസ് ആൻഡ് അത്ര പവർഫുൾ പെർഫോമൻസ്. ആളെ കണ്ടാലും പറയത്തില്ല ഇപ്പൊ ഒരു കൊച്ചു ഉണ്ടായി എന്നുള്ളത്. അപ്പം ഞാനും ഞാനും എപ്പോഴും ആലോചിക്കുമായിരുന്നു, ഞാൻ പ്രഗ്നന്റ് ഒക്കെ ആകുമ്പോഴും ഐ വോണ്ട് ടു ബി ലൈക്ക് ദാറ്റ്. ഐ വോണ്ട് ടു ബി ആക്റ്റീവ് ഇൻ മൈ പ്രഗ്നൻസി. അത് കഴിഞ്ഞാണെങ്കിലും വിത്ത് മൈ ബേബി ഐ വോണ്ട് ടു കണ്ടിന്യൂ ബീയിങ് ഡൂയിങ് ഫിലിംസ്. എന്റെ കൊച്ചു സെറ്റിൽ വരാം. ആൻഡ് ഇലായും കാണണം, like I want him to grow up watching me, working and doing what I love. അതല്ലേ എനിക്ക് എന്റെ ബേബിക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ. like do what you love. അത് ഒരിക്കലും ഒന്നും അത് സ്റ്റോപ്പ് ചെയ്യരുത് എന്നുള്ളതാണ്. അമ്മ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുക. അതെ, നമ്മുടെ ലൈഫാണല്ലോ അവരുടെ എക്സാമ്പിൾ. പിള്ളേരോട് നമ്മൾ നീ ലിവ് യുവർ ഡ്രീം എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ അത് ജീവിച്ച് കാണിക്കുമ്പോൾ അവരത് കണ്ടാണല്ലോ വളരുന്നത്. ആൻഡ് like he'll also
മേ ബി അവന്റെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ അവനൊരു ഫാമിലി ഉണ്ടാകുമ്പോഴും ഹീസ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് ഹിസ് വൈഫ് ഫ്രം ഡൂയിങ് ഇറ്റ് ഓർ ലൈക്ക് ദിസ് ഷുഡ് ബി ദ നോർമൽ അല്ലേ. ഇപ്പം ബാക്കി പ്രൊഫഷനിലുള്ള ഒരു മെറ്റേണിറ്റി ലീവ് എടുക്കും, അത് കഴിഞ്ഞ് ഗെറ്റ് ബാക്ക് ടു ദെയർ ജോബ്. അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി സമയത്തും അവർ വർക്ക് ചെയ്യുന്നു. ഇപ്പം ഡോക്ടേഴ്സ് ഒക്കെ കൊച്ചുണ്ടായാലും ലൈക്ക് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ PG ചെയ്യുന്നവർക്കൊക്കെ ദേ വർക്കിംഗ് 24-30 hours ബേബി ഉണ്ടായിട്ടും. അപ്പൊ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിതൊരു ബ്ലെസ്സിങ് ആണ്. എന്റെ ചോയ്സിൽ എനിക്ക് വർക്ക് ചെയ്യാം, എനിക്ക് അത്രയ്ക്ക് എന്നെ പുഷ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം എനിക്ക് ആക്ടേഴ്സിനും ഇതൊരിക്കലും ഇതൊരു എക്സ്റ്റൻഷൻ ആവണം. ഒരു ഫാമിലി വേണം, കുഞ്ഞു വേണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിന്റെ കരിയറിനെ എഫക്ട് ചെയ്യുമോ എന്നുള്ള ഒരു പേടി ഉണ്ടാവാതെ മുന്നോട്ട് പോകണം, അത്രേ ഉള്ളൂ. ആമിലിക്ക് ഇഷ്ടപ്പെട്ട ജോണർ ഏതാ സിനിമകള്? ഇപ്പൊ എനിക്ക് മേ ബി ലൈക്ക് ഡ്യൂറിങ് ദിസ് ജേർണി എനിക്ക് കോമഡി, ഇപ്പൊ എനിക്ക് കോമഡി ഇഷ്ടം. ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതും എനിക്ക് ചെയ്യണമെന്നും കോമഡി, ലവ് സ്റ്റോറീസ്, ലൈക്ക് കോമഡി ത്രില്ലേഴ്സ് ഒക്കെ ഇല്ലേ, അത് ചെയ്യണമെന്ന് ആഗ്രഹം. ത്രില്ലർ വിട്ടൊരു കളിയില്ല. കോമഡി ത്രില്ലർ, ലവ് സ്റ്റോറീസ് ഓൾസോ എനിക്ക് ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമാണ് കാണാനായിട്ട്. ഈ അന്നൊരു ടൈമില് ഈ നേരത്തെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഫാന്റസി. Okay. Yeah, larger than life fantasy films. Out of world. Like fantasy ഇഷ്ടം. ഒരു ഫാന്റസി ഗേൾ ആണോ ആമില? പിന്നെ ഉറപ്പല്ലേ, എന്റെ ലൈഫ് തന്നെ കണ്ടില്ലേ. ഏറ്റവും വലിയ ഫാന്റസി എന്താ ലൈഫില്? ഏറ്റവും വലിയ ഫാന്റസി എന്ന് പറയുന്നത് ലവ് ഇറ്റ് സെൽഫ്, ലൈക്ക് ഒരു ട്രൂ ലവ്, ഫൈൻഡിങ് മൈ സോൾമേറ്റ്, ആൻഡ് ഹാവിങ് എ ബേബി, ഹാവിങ് എ ഫാമിലി. ഇതൊക്കെ ഒരു ഫാന്റസി ആയിരിക്കും, റിയൽ നടക്കോ എന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. ബട്ട് ലൈക്ക് നൗ ഇറ്റ്സ് ഹാപ്പൻഡ്. I've always been like fantasy in the sense ഇപ്പൊ ട്വൈലൈറ്റ് ഒക്കെ ഇല്ലേ, falling in love with the vampire, അതൊക്കെ കണ്ട് അതൊക്കെ വിശ്വസിച്ച ഒരു ടീനേജിലൊക്കെ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. സോ എപ്പോഴും എനിക്ക് ആ ഒരു ലാർജർ ദാൻ ലൈഫ് ഇമാജിനേഷൻ, അങ്ങനത്തെ ഫിലിംസ് കാണാൻ ഇഷ്ടം. ലൈഫില് ചിന്തിച്ചിട്ടുള്ള ഏറ്റവും വട്ടുപിടിച്ചൊരു തോട്ട് എന്താ? ഈ പറഞ്ഞ വാമ്പയറിന്റെ കാര്യം പറഞ്ഞ പോലെ പറയുമ്പോ നമുക്ക് തമാശയായിട്ട് തോന്നും, പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരു തോട്ട്. ഞാൻ ഒത്തിരി വട്ട് കാര്യങ്ങൾ ചിന്തിക്കുകയും അത് പറയുന്ന ഒരാളാണ്. ഇന്റർവ്യൂല് പറയുന്നില്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അറിയാം. അങ്ങനെ വട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാനതിൽ ബിലീവ് ചെയ്യുന്നതാണ്. എന്താ ഇപ്പൊ പറയാൻ പറ്റിയത്? എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ ഓർമ്മ വരുന്നില്ല. ചിലര് തോട്ടുണ്ട് നമ്മൾ ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നമ്മൾ വേറെ എവിടെയോ സ്വപ്നത്തില്. അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പാരലൽ യൂണിവേഴ്സിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. ജഗിനെ കണ്ടപ്പോഴും എനിക്ക് അങ്ങനത്തെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്ത ഒരു കാര്യമാണോ ഞങ്ങൾക്ക്. ആക്ച്വലി ഞാൻ ജഗിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, എന്റെ ഒരു വിഷനില് ഇയാളുടെ ഫേസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആരും വിശ്വസിക്കണമെന്നില്ല, ബട്ട് എനിക്കറിയാം ഇറ്റ്സ് റിയൽ. അപ്പം അങ്ങനെയൊക്കെ നന്ദന സിനിമയിലൊക്കെ ഗുരുവായൂർ വെച്ച് കണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് ഗുരുവായൂരിലല്ല, എന്റെ ഒരു സ്വപ്നത്തിലല്ല. ഞാൻ ഒരു പ്ലാൻ സെറമണിയുടെ ഇടയിൽ ഒരു മെഡിറ്റേഷനിൽ എനിക്കൊരു വിഷൻ വന്നിട്ടുണ്ടായിരുന്നു, ജഗിന്റെ ഫേസ് പോലത്തെ ഒരു ഫേസ്. അപ്പം അത് ഞാൻ വിശ്വസിക്കുന്നു, ആൻഡ് ഐ ഫീൽ ലൈക്ക് പാരലൽ യൂണിവേഴ്സ്, അതിൽ ഞാൻ ബിലീവ് ചെയ്യുന്ന ആളാണ്. സെയിം തിങ് പല ഇതിലും റിയാലിറ്റിയിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്, അങ്ങനെയൊക്കെ ഒത്തിരി വട്ട് വിശ്വസിക്കുന്ന ആളാണ്. സ്ട്രോങ് ആക്കിയ റീസൺ എന്താണ്, അല്ലെങ്കിൽ ഒരു ഘടകം എന്താണ്? ലൈഫ് എക്സ്പീരിയൻസസ്. ഇതിനെ കൊണ്ടുവരാൻ ആത്മീയമായ ചിന്തകളോ അല്ലെങ്കിൽ അതിന് ഭയങ്കര സപ്പോർട്ട് എടുക്കുന്ന ഒരാളാണോ? അല്ല, ഞാൻ ലൈഫ് വളരെ എന്താ പറയാ, മാക്സിമം കോൺഷ്യസ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പം എസ്പെഷ്യലി ബേബി തന്നെ, ഒരു കുഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇത്രയും ഹാപ്പിനെസ് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് അവെയർ ആക്കും. നമുക്ക് ലോസ്റ്റ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡ് വരണം നമുക്ക്, ആൻഡ് അത് ഓൾ വിത്ത് ലവ്, അൺകണ്ടീഷണൽ ലവ് ആൻഡ് സ്ലേവറി. അതെ അതെ അതെ. ഇപ്പൊ മുമ്പൊക്കെ ഞാൻ ഒരു 10-12 മണിക്കൂർ ഉറങ്ങിയാലും എനിക്ക് പിന്നെ ക്ഷീണമാണ്. ഇത് 3-4 മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ. ബട്ട്
ഇത്രയും എനർജറ്റിക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വെൻ വാസ് ദ ലാസ്റ്റ് ടൈം ഐ വാസ് ദിസ് എനർജറ്റിക്? അപ്പം അത് എല്ലാം ഒരു അലൈൻമെന്റ് ആണ്. ഇപ്പം ഇലായി വരുന്നതിന് മുമ്പേ എനിക്ക് അറിയായിരുന്നു യുനോ ഒരു കുഞ്ഞ് ഒരു ബേബി എന്നിലേക്ക് വരാനായിട്ട് സമയമായി. എൻ്റെ ഒരു ഹീലിംഗ് ജേർണി ഉണ്ടായിരുന്നു ഒരു 3-4 ഇയേഴ്സിലെ. ആ ഹീലിംഗ് ജേർണിയുടെ റീസൺ തന്നെ ഈ കുഞ്ഞിന് വേണ്ടി എന്നെ പ്രിപ്പയർ ചെയ്താണ് യൂണിവേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും നോക്കുന്നത് എന്താണ് ഇതെന്നെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കുഞ്ഞിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കണ്ണിന്ന് അറിയാണ്ട് വെള്ളം വന്നു അല്ലേ? ഓഫ് കോഴ്സ്. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ആ ഇമോഷനും ആ ഫീലും എന്ന് പറയുന്നത്. നമുക്ക് ആസിഫിക്കാടെ കാര്യം പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഇന്ന് വന്നിരുന്നു, വയ്യാണ്ടൊക്കെ പോയൊക്കെ ചെയ്ത്. ഇറ്റ്സ് എ വെരി എന്താ പറയാ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ കൊളീഗ് എന്താണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഭയങ്കര ഗുഡ് ഹ്യൂമൻ ബീയിങ്, ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു മനുഷ്യനാണ് ആസിഫ്. ആസിഫ് എപ്പോഴും പറയും യുനോ ലൈക്ക് ഇപ്പൊ ഞങ്ങൾ ടുണീഷ്യയിലായിരുന്നപ്പോഴും എന്ത് ലക്കിയാണല്ലേ അമല, നമ്മൾ ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ വന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ ആ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ടും ഭയങ്കര ക്ലോസ് ആയിരുന്നു. യുനോ ലൈക്ക് എല്ലാവർക്കും ഒരു പോസിറ്റിവിറ്റി കൊടുക്കുന്ന ഇൻ ദ മൊമെന്റിലുള്ള ഒരാളാണ് ആസിഫ്. യുനോ ലൈക്ക് എല്ലാം ഒരു അതുപോലെ തന്നെ ആളുടെ പ്രൊഫഷൻ ഇപ്പൊ ആസ് എൻ ആക്ടർ ഹി ഗിവ്സ് ഹിസ് ബെസ്റ്റ് ഇൻ ടു ഇറ്റ്. യുനോ ലൈക്ക് എത്രത്തോളം പുഷ് ചെയ്ത് അത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് കാണുന്ന ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിമ്പിൾ മനുഷ്യൻ. യുനോ അത്രേ ഉള്ളൂ. ലൈക്ക് നമുക്കൊരു ആസിഫിനോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഫ്രണ്ടിന്റെ കൂടെ നമ്മളൊരു വെക്കേഷനിൽ എന്തോ ഒരു പ്രോജക്ട് ചെയ്യാൻ പോയ ഒരു ഫീലിംഗ് ആണ് നമുക്ക്. എന്തായാലും ത്രില്ലർ ചെയ്യാൻ താല്പര്യമില്ല എന്ന് ചിന്തിച്ചിടത്ത് ഈ സിനിമ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും അതിനൊരു കാരണം ഉണ്ടാവും. അതെ, ഐ ഹോപ്പ് ആ കാരണം ഓഡിയൻസിനും അത് വർക്ക്ഔട്ട് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതില് വേറെ കണക്ഷൻ എന്ന് വെച്ചാൽ ഈ ത്രില്ലർ സിനിമകളുടെ ഒരു തലതൊട്ടപ്പനാണ് ജിത്തു ചേട്ടൻ. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഊഹിക്കാം അതിനേക്കാൾ റിസ്ക് ആണ് ഫണ്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ പടത്തിൽ എന്തൊക്കെയോ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ സിനിമ വലിയൊരു വിജയമാകട്ടെ, ഒരു ബെഞ്ച് മാർക്ക് ആവട്ടെ, മലയാള സിനിമയിലേക്ക് വീണ്ടും സജീവമായി തിരിച്ചു വരട്ടെ. ഈവൻ എല്ലാ ലാംഗ്വേജിലും അടിപൊളിയാവട്ടെ. പറഞ്ഞ പോലെ കോമഡി ത്രില്ലർ സാധനങ്ങളൊക്കെ ഇത് കേൾക്കുമ്പോ ആർക്കെങ്കിലും ഐഡിയ തോന്നുന്നെങ്കിൽ please email me Instagram amla@gmail.com. I'm actually looking for scripts now, comedy and you know like something different, fresh. എല്ലാം സംഭവിക്കട്ടെ. ഒരു ഒരിക്കൽ കൂടി ഞാൻ താങ്ക് യു സോ മച്ച് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നതിനും ഒരിക്കൽ കൂടി ആ പാഷനും ഹാർഡ് വർക്കിനും താങ്ക് യു. Thank you. Yeah, it was fun chatting with you. Thank you. Yeah.